ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ എങ്ങനെ വ്യൂസ് ഇൻക്രീസ് ചെയ്യാം, അതിലൂടെ നമ്മുടെ പ്രോഡക്റ്റ്സ് എങ്ങനെ സെയിൽ ചെയ്യാമെന്നുമാണ് ഇന്നത്തെ വീഡിയോ. അതുപോലെ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് എന്താണെന്ന് അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. അതായത് നമ്മൾ OLX പോലുള്ള ആപ്ലിക്കേഷൻസ് നമ്മൾ പ്രോഡക്റ്റ്സ് സെയിൽ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതായത് റെൻറ്റിന് പ്രോഡക്റ്റ്സ് കൊടുക്കുക, സെക്കൻഡ് ഹാൻഡ് പ്രോഡക്റ്റ്സ് സെയിൽ ചെയ്യുക, ഇതുപോലത്തെ കാര്യങ്ങൾ നമ്മൾ OLXൽ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫേസ്ബുക്കിലും ഇത് ചെയ്യാനായിട്ട് സാധിക്കും. അതിനാണ് മാർക്കറ്റ് പ്ലേസ് യൂസ് ചെയ്യുന്നത്. അതുപോലെ പുതിയ പ്രോഡക്റ്റുകൾ, ഇപ്പോൾ ചെറിയ കടകൾ പോലത്തെ സംഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, ചെറിയ ചെറിയ ബിസിനസ്സുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, ആ ഒരു കടയിലെ സാധനങ്ങൾ നമുക്ക് വിറ്റഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിലൂടെ നമുക്ക് നോർമലായിട്ടുള്ളൊരു സെയിലിനെക്കാട്ടിലും കുറച്ചൊന്ന് സെയിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു സർവീസ് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടും മാർക്കറ്റ് പ്ലേസ് യൂസ് ചെയ്തിട്ട് നമുക്ക് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ചെറിയ ചെറിയ ബിസിനസ്സുകൾ തൊട്ട് വൻകിട ബിസിനസ് സ്ഥാപനങ്ങൾ വരെ ഈ ഒരു മാർക്കറ്റ് പ്ലേസ് യൂസ് ചെയ്തിട്ട് പ്രോഡക്ട്സ് സെയിൽ ചെയ്യാറുണ്ട്. സോ നിങ്ങൾ നിങ്ങളുടെ പ്രോഡക്ട്സും സർവീസും ഇതിലൂടെ സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു ഏണിങ്സ് ഇതിൽ നിന്നും ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് 8 ടിപ്സാണ് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ മാർക്കറ്റ് പ്ലേസിലെ വ്യൂസ് നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വ്യൂസ് ഇൻക്രീസ് ആയാൽ തന്നെ പ്രോഡക്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് അത് സെയിൽ ആവുന്നതായിരിക്കും. സോ വ്യൂസ് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കീവേഡ് ഒപ്റ്റിമൈസ്ഡ് ടൈറ്റിൽ കൊടുക്കുക എന്നതാണ്. അപ്പോൾ കീവേഡ് ഒപ്റ്റിമൈസ്ഡ് ടൈറ്റിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ കൂടുതൽ സെർച്ച് ചെയ്യുന്ന ആ ഒരു സെർച്ച് ടേം നിങ്ങൾ ടൈറ്റിലേക്ക് ആഡ് ചെയ്യുക. പിന്നെ അത് പെട്ടെന്ന് വായിച്ചെടുക്കാൻ, പെട്ടെന്ന് ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ മെയിൻ ആയിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രോഡക്റ്റിനെ കുറിച്ച് ആളുകൾ എങ്ങനെയാണോ സെർച്ച് ചെയ്യുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കിയ ശേഷം ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഒരു ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്യാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ എങ്ങനെ ഒരു നല്ല ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു തരുന്നതായിരിക്കും. ഇനി രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രൈസിംഗ് ആണ്. അതായത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ബെസ്റ്റ് പ്രൈസ് വേണം നിങ്ങളുടെ പ്രോഡക്റ്റിന് നിങ്ങൾ കൊടുക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മാർക്കറ്റ് പ്ലേസിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ, നിങ്ങളുടെ സെയിം പ്രോഡക്റ്റുകൾ എത്ര എണ്ണം മാർക്കറ്റ് പ്ലേസിൽ ഇപ്പം സെയിൽ ആവുന്നുണ്ട് എന്നുള്ള ഒരു ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. നോക്കിയ ശേഷം അതിൻ്റെ ഇപ്പോഴത്തെ കറൻറ്റ് പ്രൈസിങ് നോക്കിയ ശേഷം അതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും ബെസ്റ്റ് പ്രൈസിങ് കൊടുക്കുക. ഇപ്പോൾ ₹1 കുറവാണെന്നുണ്ടെങ്കിൽ ആ ഒരു ₹1 കുറവുള്ള നോക്കി വേണം ആൾക്കാർ നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട്. അങ്ങനെയാണ് ആൾക്കാർ സാധാരണ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാറ്. അതുപോലെ തന്നെ പ്രൈസിങ് കൊടുക്കുമ്പോൾ നിങ്ങൾ ഉടായ്പ പ്രൈസിങ്ങുകളൊന്നും കൊടുക്കാതിരിക്കുക. അതായത് ആൾക്കാർ ഇപ്പം ₹1 സെയിൽ ചെയ്യുന്നുണ്ട്, ₹2 എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പ്രൈസിങ് ഏറ്റവും കുറച്ച് കൊടുക്കാൻ പറ്റുന്ന അത്രയും കുറയ്ക്കും. എന്നിട്ട് ആളുകൾ അത് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുമ്പം പ്രൈസിങ് അവർ പെട്ടെന്ന് ചേഞ്ച് ചെയ്തിട്ട് കൂടുതൽ പ്രൈസിങ് പറയും. അപ്പോൾ അങ്ങനത്തെ ഉടായ്പ പരിപാടികൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് ആ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ ഇനിയിപ്പോൾ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ റിപ്പോർട്ട് ചെയ്തിട്ട് പോകും. അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് പ്ലേസ് ബ്ലോക്ക് ആകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ അങ്ങനത്തെ ഉടായ്പ പരിപാടികൾ കാണിക്കാതെ മാക്സിമം ബെസ്റ്റ് പ്രൈസിങ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ടിപ്പ് നമ്പർ 3 എന്ന് പറയുന്നത് ഇമേജ് ക്വാളിറ്റിയാണ്. നിങ്ങൾക്ക് എത്രത്തോളം ക്വാളിറ്റിയിൽ ഇമേജ് ആഡ് ചെയ്യാൻ പറ്റുമോ അത്രയ്ക്കും ക്വാളിറ്റിയുള്ള ഇമേജുകൾ ആഡ് ചെയ്യുക. അതിനോടൊപ്പം ആ ഒരു പ്രോഡക്റ്റിൻ്റെ ഡയമെൻഷൻസ് മാറ്റി ഫോട്ടോ എടുക്കുക. അതായത് ഫ്രണ്ടിൽ നിന്നൊരു ഫോട്ടോ, സൈഡിൽ നിന്നൊരു ഫോട്ടോ, അങ്ങനെ ഡയമെൻഷൻസ് മാറ്റി ഫോട്ടോ എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുമ്പം ആളുകൾക്ക് കുറച്ചുകൂടി ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ, ആ ഒരു പ്രോഡക്റ്റ് അനലൈസ് ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല, നല്ല സാധനമാണെന്ന് അനലൈസ് ചെയ്യാൻ ഈ ഒരു ഫോട്ടോസിൻ്റെ ഡയമെൻഷൻസ് മാറ്റി അപ്ലോഡ് ചെയ്യുന്നത് അവരെ ഹെൽപ്പ് ചെയ്യും. അതൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ സഹായിക്കുന്നതായിരിക്കും. അതുപോലെ ഫോട്ടോ എടുക്കുമ്പോൾ പുറത്ത് വെച്ചിട്ട് ലൈറ്റിംഗ് കണ്ടീഷൻ സൺലൈറ്റിൽ ഫോട്ടോ എടുക്കുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോൾ നല്ലൊരു ക്വാളിറ്റി ഫോട്ടോയ്ക്ക് ഫീൽ ചെയ്യുന്നതായിരിക്കും. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ നല്ലൊരു ക്യാമറ ഉണ്ടെങ്കിൽ ക്യാമറയിൽ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഇനിയിപ്പോൾ ക്യാമറ ഇല്ലാത്തവർ സ്മാർട്ട് ഫോൺ കൊണ്ട് ഫോട്ടോ എടുത്താലും മതിയാവും. അപ്പോൾ ഫോണിൽ എടുക്കുമ്പോൾ നമുക്ക് ക്ലാരിറ്റിയിൽ കുറച്ച് കുറവ് വരുന്നതായിരിക്കും. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ലെൻസ് ക്ലീൻ ചെയ്തിട്ട് ഫോട്ടോ എടുക്കുന്നതിന് മുന്നേ ലെൻസ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഫോട്ടോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ക്വാളിറ്റി തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ടിപ്പ് നമ്പർ 4 എന്ന് പറയുന്നത് കണ്ടീഷനാണ്. പ്രോഡക്റ്റിൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ ഏതാണോ അത് നിങ്ങൾ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് പുതിയ പ്രോഡക്റ്റ് ആണോ, സെക്കൻഡ് ഹാൻഡ് പ്രോഡക്റ്റ് ആണോ, അതോ കുറച്ച് നാൾ യൂസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് ആണോ, അതുപോലെ തന്നെ സ്ക്രാച്ചസോ എന്തെങ്കിലും പൊട്ടലുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മെൻഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഫോട്ടോയിൽ വേണമെങ്കിൽ റൗണ്ട് ചെയ്തിട്ട് മെൻഷൻ ചെയ്യാം. അത് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം, ഫോട്ടോയിൽ തന്നെ മാർക്ക് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അത് ആഡ് ചെയ്യണം. ഇപ്പോൾ ഉള്ള അതിൻ്റെ കണ്ടീഷൻ, അതിൻ്റെ ക്വാളിറ്റി എല്ലാം നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ടിപ്പ് നമ്പർ 5 എന്ന് പറയുന്നത് ബെനിഫിറ്റാണ്. അവർക്ക് എന്ത് ബെനിഫിറ്റാണ് നിങ്ങളുടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ലഭിക്കുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഉദാഹരണത്തിന് നിങ്ങളൊരു വയർലെസ് ഹെഡ്സെറ്റ് സെല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് മറ്റ് ഹെഡ്സെറ്റുകളേക്കാൾ അത് കുറച്ചുകൂടി യൂസ്ഫുള്ളും കൺവീനിയൻറ്റും ആണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കോളുകളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നമുക്ക് കഴുത്തിൽ കിടക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ക്വാളിറ്റികൾ നിങ്ങൾ ജസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്കത് വിഷ്വലൈസ് ചെയ്യാനുള്ള ഒരു ചാൻസാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിലൂടെ അവർക്ക് ആ ഒരു പ്രോഡക്റ്റ് വാങ്ങാനുള്ള ടെൻഡൻസി കൂടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു തരത്തിൽ ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും.
ടിപ്പ് നമ്പർ 6 പെർസെൻറ്റേജ് ഓഫ് സേവിങ്സ് ആണ്. അതായത് നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് പ്രോഡക്റ്റ് ആണ് സെല്ല് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പുതിയ പ്രോഡക്റ്റിൽ നിന്നും എത്ര രൂപയാണ് നിങ്ങളുടെ പ്രോഡക്റ്റ് വാങ്ങുമ്പം അവർക്ക് ലാഭം ലഭിക്കുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അതിലൂടെ അവർ വില കുറവുള്ള പ്രോഡക്റ്റിലേക്ക് വരാനും ആ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള ചാൻസ് അവിടെ കൂടുന്നതായിരിക്കും. ടിപ്പ് നമ്പർ 7 ഫീഡ്ബാക്ക്. നിങ്ങളുടെ പ്രോഡക്റ്റിന് താഴെ ആരെങ്കിലും കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കമൻറ്റിന് റിപ്ലൈ കൊടുക്കുക. റിപ്ലൈ കൊടുത്ത ശേഷം നിങ്ങൾക്ക് ആ ഒരു ആളെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് തന്നെ ആ ഒരു പ്രോഡക്റ്റ് നമുക്ക് സെല്ല് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അവർക്ക് തന്നെ നമുക്ക് സെല്ല് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഒരു കഴിവാണ് അവിടെ നിങ്ങൾ കാണിക്കേണ്ടത്. ടിപ്പ് നമ്പർ 8 ഷെയർ യുവർ പ്രോഡക്റ്റ്സ്. അതായത് നിങ്ങൾ മാർക്കറ്റ് പ്ലേസിൽ ഒരു പ്രോഡക്റ്റ് സെല്ല് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുക. വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, അതുപോലെ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. നിങ്ങളതിലെല്ലാം നിങ്ങളുടെ പ്രോഡക്റ്റ്സ് ഷെയർ ചെയ്യുക. ഷെയർ ചെയ്യുന്നത് കൊണ്ട് ആ ഒരു വ്യൂസ് പുറത്തു നിന്നുള്ള വ്യൂസ് അവർ കിട്ടുന്നതായിരിക്കും. ഒരുപാട് പേർക്ക് ഈ ഒരു മാർക്കറ്റ് പ്ലേസിനെ പറ്റി ഇപ്പോഴും അറിയാത്ത ആളുകളുണ്ട്. സോ അവർ ഇത് കണ്ട് ക്യൂരിയസ് ആയിട്ട് അവർ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഫേസ്ബുക്കിൽ തന്നെ സ്റ്റോറി ആയിട്ട് ഇടാനൊക്കെ സാധിക്കുന്നതായിരിക്കും. സോ നിങ്ങൾ ആ ഒരു രീതിയിൽ നിങ്ങളുടെ മാർക്കറ്റ് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഷെയറിങ്ങിൽ ഇത് മാത്രമല്ല ഉൾപ്പെടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ്സ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഫേസ്ബുക്കിൽ തന്നെ നമുക്ക് 200 രൂപ, 300 അങ്ങനെ വില കുറവിൽ തന്നെ ചെറിയ ചെറിയ ആഡ്സ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ആഡ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് പെട്ടെന്ന് പ്രോഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് എത്തിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ 8 ടിപ്സും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് മാർക്കറ്റ് പ്ലേസിൽ ഒരു പ്രോഡക്റ്റ് പ്രോപ്പറായ രീതിയിൽ സെല്ല് ചെയ്യേണ്ടതെന്ന് നോക്കാം. സോ നമുക്ക് നേരെ ആ ഒരു സ്ക്രീൻ റെക്കോർഡിലേക്ക് പോകാം. ഓക്കെ, ഇനി നിങ്ങൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ശേഷം മാർക്കറ്റ് പ്ലേസ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ ഒരുപാട് ഐറ്റംസ് ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ സെല്ല് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം വാഹനമാണോ വീടുകളാണോ നിങ്ങളുടെ ഐറ്റം ഏതാണോ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാനിവിടെ ഐറ്റമാണ് സെലക്ട് ചെയ്യുന്നത്. കാരണം ഞാൻ ഇവിടെ ടീഷർട്ടാണ് സെല്ല് ചെയ്യാനായിട്ട് പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ആഡ് ഫോട്ടോ എന്ന ഭാഗത്ത് ഞാൻ ഫോട്ടോ ആഡ് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ തന്നെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ക്രോപ്പ് ചെയ്യുക. ക്രോപ്പ് ചെയ്തിട്ട് ഞാൻ ഇവിടെ ഡണ്ണ് ക്ലിക്ക് ചെയ്യുന്നു. ഡണ്ണ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ പ്രോഡക്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കൊടുക്കുന്നത് ടൈറ്റിലാണ്. അപ്പോൾ ടൈറ്റിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. നിങ്ങൾ പ്രോഡക്റ്റിൻ്റെ ആ ഒരു പേര് ഇവിടെ ടൈപ്പ് ചെയ്യുക. ഫസ്റ്റ് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്ത ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് അതിൻ്റെ ബ്രാൻഡ്, പിന്നെ ടൈപ്പ് ചെയ്യേണ്ടതാണ് ബ്രാൻഡ് ടൈപ്പ് ചെയ്യുക. ബ്രാൻഡിൻ്റെ നെയിം ഇവിടെ കൊടുക്കുക. ബ്രാൻഡിൻ്റെ നെയിം കൊടുത്ത ശേഷം കളർ സെലക്ട് ചെയ്യുക. കളർ ഇപ്പോൾ ഓപ്ഷണൽ കളർ കാണും. അങ്ങനെ ഓപ്ഷണൽ കളർ ഉണ്ടെങ്കിൽ സൈഡ് ബാർ ഇട്ട ശേഷം നിങ്ങൾ ആ കളറും കൂടി ആഡ് ചെയ്യുക. ഇവിടെ 2 സൈഡിലും 2 കളർ ആഡ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നിങ്ങളിവിടെ അതിൻ്റെ സൈസ് വേണമെങ്കിൽ അതിൻ്റെ ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ ഷർട്ട് ആയതുകൊണ്ടാണ്, ഇവിടെ ഒരു ക്ലോത്ത് ഐറ്റം ആയതുകൊണ്ടാണ് സൈസ് ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ വേറെ സ്മാർട്ട് ഫോൺ ആണെങ്കിൽ സ്മാർട്ട് ഫോണിൻ്റെ റാമും റോമും ഒക്കെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ആ ഒരു കാര്യങ്ങളൊക്കെ ഇവിടെ ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്ത ശേഷം നിങ്ങൾ എക്സ്ട്രാ എന്തെങ്കിലും ടൈപ്പ് ചെയ്യാനുണ്ടെങ്കിൽ അത് ഇമ്പോർട്ടൻ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. അപ്പോൾ അത് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലെ ഒരു ബ്രാക്കറ്റിനുള്ളിലേക്ക് അത് ആഡ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് ക്യാച്ച് ചെയ്യാൻ കൂടുതൽ എളുപ്പമായിരിക്കും. അതിനുശേഷം പ്രൈസിങ്, നിങ്ങൾ ആ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റ് പ്ലേസിൽ നോക്കിയ ശേഷം അതിൻ്റെ ഓവറോൾ പ്രൈസിങ് നോക്കിയ ശേഷം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ബെസ്റ്റ് പ്രൈസിങ് ഇവിടെ കൊടുക്കുക. അപ്പോൾ പ്രൈസിങ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നിങ്ങൾ കൊടുക്കുമ്പോൾ 399 ഇപ്പം 99 ചേർത്ത് പ്രൈസിങ് അവസാനിപ്പിക്കാനായിട്ട് നോക്കുക. ഇപ്പം 400 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 2 സീറോയാണ് ലാസ്റ്റ് വരുന്നത്. വേറെ ഏത് നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിലും അത് ആൾക്കാർ ഇത് വാങ്ങാനുള്ള ഒരു ചാൻസ് വളരെ കുറവാണ്. ഇതൊരു മാർക്കറ്റിംഗ് ട്രിക്കാണ്. സോ നിങ്ങൾ പ്രൈസിങ് കൊടുക്കുമ്പോൾ ഇതുപോലെ 99 അവസാനിക്കുന്നത് പോലെ പ്രൈസിങ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതിനുശേഷം ഇവിടെ കാറ്റഗറി സെലക്ട് ചെയ്യാനായിട്ട്, അപ്പോൾ നമ്മൾ ആദ്യം സെലക്ട് ചെയ്തുകൊണ്ട് അത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ കണ്ടീഷൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ന്യൂ പ്രോഡക്റ്റ് ആണ്, സോ ന്യൂ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം ഇവിടെ ആഡ് ഐറ്റം വേരിയൻറ്റ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഐറ്റത്തിൻ്റെ വേരിയൻറ്റ്, നിങ്ങൾക്ക് ഒരുപാട് വേരിയൻറ്റ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. അപ്പം ഞാനിവിടെ സെലക്ട് ചെയ്യാൻ പോകുന്നത് XYZ എന്ന് ചുമ്മാ ടൈപ്പ് ചെയ്യുന്നു. ഇവിടെ നിങ്ങൾ ആ ഒരു ഐറ്റത്തിൻ്റെ ബ്രാൻഡാണ് ടൈപ്പ് ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ ഇപ്പോൾ ക്ലോത്ത് ആയതുകൊണ്ട് നിങ്ങൾക്ക് മീഡിയം സൈസ്, ലാർജ് സൈസ്, അങ്ങനെ നിങ്ങൾക്ക് സൈസ് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ കുട്ടികളുടെ ആണെങ്കിൽ ആ കുട്ടികളുടെ സൈസ് കുറച്ച് മുതിർന്ന ആ സൈസ് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ സ്മാർട്ട് ഫോൺ ആണെന്നുണ്ടെങ്കിൽ സ്മാർട്ട് ഫോൺ സെല്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ വേർഷനുണ്ട്, പ്രോ വേർഷനുണ്ട്, മിനി വേർഷനുണ്ട്, ഇങ്ങനെ 3 വേർഷനുണ്ട്. സോ ഞാൻ ഇവിടെ സ്മാർട്ട് ഫോണിൻ്റെ 3 വേർഷനാണ് ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ വേരിയൻറ്റിനനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇത് ടാഗ് പോലെയാണ് ഇത് ഇതിനകത്ത് ഫസ്റ്റ് ആഡ് ആകുക. അതിന് ശേഷമായിരിക്കും നമ്മളതിൻ്റെ കറക്റ്റായിട്ടുള്ള സെക്ഷൻ സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ ടാഗ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ വരുന്നതായിരിക്കും. ഇനി ഈ ഒരു ഭാഗത്ത് വന്ന ശേഷം നമുക്ക് ആ ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്യാനും അതിൻ്റെ ആ ഒരു പ്രൈസിങ് മാറ്റാനും ഒക്കെ സാധിക്കുന്നതായിരിക്കും. അതിനുശേഷം ഇവിടെ ലൊക്കേഷൻ ഉണ്ട്, ഏതാണ് നിങ്ങളുടെ പിൻകോഡ് ആഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ആഡ് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം, നിങ്ങൾ അതുപോലെ ആഡ് ചെയ്താൽ മതിയാകും.
ഓക്കെ, അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ഈ ഒരു രീതിയിലാണ് ആഡ് ചെയ്യേണ്ടത്. അതിനുശേഷം ലാസ്റ്റായിട്ട് ഫീൽ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫീൽ നിങ്ങൾ കസ്റ്റമർ വാങ്ങിക്കഴിഞ്ഞിട്ട് കസ്റ്റമർ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യം വേണം ഫീലിൻ്റെ ഭാഗത്ത് നിങ്ങൾ ടൈപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു പ്രോഡക്റ്റിൻ്റെ ഫീൽ, ഇപ്പോൾ സോഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ സോഫ്റ്റ് ആണ്, അങ്ങനത്തെ കാര്യങ്ങൾ ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ എക്സ്ട്രാ സ്മൂത്താണ്, എക്സ്ട്രാ സോഫ്റ്റ് ആണ്, അങ്ങനെയൊക്കെ ആഡ് ചെയ്യുക. അപ്പോൾ അതിനാണ് നമ്മൾ ആ ഒരു ഫീലിൻ്റെ സെക്ഷൻ യൂസ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം എല്ലാ പ്രോഡക്റ്റിലും നിങ്ങൾ ആ ഒരു പ്രോഡക്റ്റിൻ്റെ സൈസും ഇതൊക്കെ അനുസരിച്ച് നിങ്ങളത് ചേഞ്ച് ചെയ്യുക. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യാനായിട്ട്. അതിനുശേഷം ഇവിടെ ടാഗ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ടാഗ് കൊടുത്തെങ്കിൽ പ്രോഡക്റ്റിലേക്ക് വ്യൂസ് വരത്തുള്ളൂ. സോ നിങ്ങളിവിടെ ടാഗ് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ബ്രാൻഡ്, ഈ ഒരു പ്രോഡക്റ്റ് ഏത് ബ്രാൻഡിലാണ് അറിയപ്പെടുന്നത് ആ ഒരു ബ്രാൻഡ് ഇവിടെ ടൈപ്പ് ചെയ്യുക. ബ്രാൻഡ് ടൈപ്പ് ചെയ്ത ശേഷം പ്രോഡക്റ്റിൻ്റെ നെയിം ടൈപ്പ് ചെയ്യുക. പ്രോഡക്റ്റ് നെയിം ടൈപ്പ് ചെയ്യുക. ഓക്കെ, ബ്രാൻഡും പ്രോഡക്റ്റിൻ്റെ നെയിമും ടൈപ്പ് ചെയ്ത ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, ഇതിൽ ചെയ്യേണ്ട ഒരു ട്രിക്കുണ്ട്. നിങ്ങളുടെ ആ ഒരു സെയിം പ്രോഡക്റ്റ് അതേ ആ ഒരു നെയിം വെച്ചിട്ട് നിങ്ങൾ സെർച്ച് ചെയ്യുക. മാർക്കറ്റ് പ്ലേസിൽ സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ഫസ്റ്റ് വരുന്ന പ്രോഡക്റ്റ് കുറച്ച് 2-3 നിങ്ങൾ സെലക്ട് ചെയ്യുക. ആ ഒരു സെയിം ടൈറ്റിൽ നിങ്ങൾ ഈ ഒരു ടാഗിൻ്റെ സെക്ഷനിൽ ആഡ് ചെയ്യുക. അതാണ് ഇതിലെ മെയിൻ ട്രിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് ആൾക്കാർ സെർച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു സെർച്ചിൻ്റെ കൂടുതൽ നമ്മുടെ പ്രോഡക്റ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതാണ് മെയിൻ ട്രിക്ക് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് എത്രത്തോളം ഇവിടെ ആഡ് ചെയ്യാൻ പറ്റുമോ അത് മൊത്തം ഇവിടെ ആഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഗ്രൂപ്പുകളിലേക്ക് ഇത് ഷെയർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ഗ്രൂപ്പിൽ ആഡായിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പ് സെലക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഏരിയയിലുള്ള ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ള ഗ്രൂപ്പുകൾ സെലക്ട് ചെയ്യുക, അതിനകത്ത് ജോയിൻ ചെയ്യുക. ഓക്കെ, അങ്ങനെ. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ പബ്ലിഷ് സെലക്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മുടെ പ്രോഡക്റ്റ് പബ്ലിക് ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എത്ര വ്യൂസ്, എത്ര ആൾക്കാരത് കണ്ടു എന്നുള്ള ഡീറ്റെയിൽസ് നമുക്കിവിടെ താഴെ കാണാം. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കണം നമ്മൾ മാർക്കറ്റ് പ്ലേസിൽ പ്രോഡക്റ്റുകൾ സെല്ല് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ ഗ്രൂപ്പുകളിൽ ജോയിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കുറച്ച് വ്യൂസ് കിട്ടുന്നതായിരിക്കും. ജോയിൻ ചെയ്തിട്ട് ഗ്രൂപ്പുകളിൽ നമുക്ക് ഇതിൽ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കി എടുക്കണമെന്നായിരുന്നു എൻ്റെ ഒരു ഇത്, പക്ഷേ അതിനുള്ള ടൈം കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 ദിവസം എടുത്തിട്ടാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര സീനായിരുന്നു. അപ്പോൾ വീഡിയോ കുറച്ചൊന്ന് ബോറിംഗ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കണമെന്നുണ്ട്. അപ്പോൾ വീഡിയോയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യാം. നമ്മളതിനെപ്പറ്റി കുറച്ച് മാറ്റങ്ങൾ വരുത്തി വീഡിയോസ് ഇനി ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നതായിരിക്കും. അതുപോലെ മാർക്കറ്റ് പ്ലേസ് റിലേറ്റഡ് ആയിട്ട് ഇതുപോലെ ടിപ്സ് ആൻഡ് ട്രിക്സ് വീഡിയോസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക. നമ്മളതിനെപ്പറ്റി സെപ്പറേറ്റ് വീഡിയോസ് ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ പ്രോഡക്റ്റ്സ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യങ്ങൾ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നമ്മളതിനെപ്പറ്റി ഡിജിറ്റൽ മാർക്കറ്റിങ്ങുമായിട്ട് സെപ്പറേറ്റ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇങ്ങനെ പ്രോഡക്റ്റുകൾ സെല്ല് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ നമ്മുടെ ചാനലിൽ ഉണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ഒരു വീഡിയോ സെപ്പറേറ്റ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇതുവരെ ക്ഷമയോടെ കണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും നന്ദി പറയുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.